6-ാം തീയതിയായി എനിക്ക് ഇതുവരെ സാലറി കിട്ടിയിട്ടില്ല. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഐ ഹാവ് ഇൻ റിസീവ്ഡ്, അല്ലെങ്കിൽ ഐ ഹാവ് ഇൻ ഗോട്ട് മൈ സാലറി യെറ്റ്, അല്ലെങ്കിൽ ഐ ഡിഡിൻ ഗെറ്റ് മൈ സാലറി യെറ്റ്. യെറ്റ് രണ്ടിലുണ്ട്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുവരെ. പക്ഷെ ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്, എനിക്ക് ഇതുവരെ സാലറി കിട്ടിയിട്ടില്ല. നിങ്ങൾ ഏതാ യൂസ് ചെയ്യുക? നിങ്ങൾ പറ, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? യെസ്, രണ്ടും ശരിയാണോ? അല്ല, ഞാൻ പറയാം. അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, യെറ്റ് വരുമ്പോൾ, യെറ്റിന്റെ അർത്ഥം ഇതുവരെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ യെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് യെറ്റിന്റെ കൂടെ ഡിഡ് വരില്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഐ ഹാവ് ഇൻ ഗോട്ട് മൈ സാലറി യെറ്റ്. അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ അറിയാതെ ഐ ഡിഡിൻ ഗെറ്റ് മൈ സാലറി യെറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, കാരണം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ നിയമം അതാണ്, ഡിഡിന്റെ കൂടെ, യെറ്റിന്റെ കൂടെ ഡിഡ് വരില്ല. ഓക്കെ, അപ്പോൾ അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഹി ഡിഡിൻ അറൈവ് യെറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ ഏറ്റവും നല്ലത് ഹി ഹാസ് ഇൻ അറൈവ്ഡ് യെറ്റ്, അങ്ങനെ വേണ്ടത്. ഓക്കെ, അവൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഷീ ഹാസ് ഇൻ കോൾ മീ യെറ്റ്, അങ്ങനെയാണ് വേണ്ടത്. ഇനി അറിയാതെ ഷീ ഡിഡിൻ കോൾ മീ യെറ്റ് എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഗൈസ്, ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ ഇവിടെ യെസ് എന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടോ? അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മീൻസ് പഠിക്കാനുള്ള പലരുടെയും പ്രശ്നം എൻ്റെ ഇംഗ്ലീഷ് ശരിയല്ല, മീൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ കട്ടുകെട്ടി ഗ്രാമറാണ്, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. 2 മാസ കോഴ്സാണ്. ഒരു ദിവസം 1/2 മണിക്കൂർ. മുകളിൽ പോകാം. ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്.